ഇടുക്കി അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM സമരത്തിലേക്ക് CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നേരിമംഗലം വനം വകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. വാളറ മേഖലയിലടക്കം കാട്ടാന ആക്രമണം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് തലവേദനയാവുന്ന സാഹചര്യത്തിലാണ് CPMന്റെ സമരപ്രഖ്യാപനം. വാളറയും കമ്പിലൈനുമടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു. ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിട്ടുള്ളത്. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നേരിമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ പറഞ്ഞു. കാട്ടാനെ കൊണ്ട് പ്രതിമുട്ടിയ ഈ സാഹചര്യത്തിൽ ഇതിന് അടിയന്തരമായ പരിഹാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ ഫെൻസിങ് നടപടികൾ സ്വീകരിക്കുകയും RRT ടീമിനെ നിയോഗിച്ച് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ എല്ലാം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ CPIMന്റെ അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 26-ാം തീയതി രാവിലെ 10 മണിക്ക് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് വൻപിച്ച ബഹുജന മാർച്ചും അതുപോലെ സമരപ്രഖ്യാപനവും നടത്തുകയാണ്. കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത്. വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് സംഭവിച്ചു കഴിഞ്ഞു. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നാണ് CPM സമരത്തിലൂടെ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.